ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. 93ാമത് അറിവിൻ്റെ തീർത്ഥാടന മഹാമഹത്തോടനുബന്ധിച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുൾ ചെയ്ത അഷ്ടലക്ഷ്യങ്ങളിൽ 3ാമത്തെ ലക്ഷ്യമായ ഈശ്വര ഭക്തിയെ അധികരിച്ചുള്ള സമ്മേളനത്തിൽ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത സ്വാമിജി, മറ്റ് എല്ലാ സംപൂജ്യ സ്വാമിജിമാരും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗുരുദേവ വിശ്വാസികൾക്കും വിനീതമായ നമസ്കാരം. വളരെ ശ്രദ്ധേയമായ ഒരു സമ്മേളനമായിരുന്നു ഈശ്വരഭക്തിയെ അധികരിച്ച് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഈശ്വര ഭക്തിയെ സംബന്ധിച്ച് കാലികമായ കാലഘട്ടത്തിനനുസരിച്ച ഓരോ വാക്കുകളും നമ്മൾക്ക് ശ്രവിക്കാൻ കഴിഞ്ഞു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുൾ ചെയ്തപ്പോൾ പറഞ്ഞു, ഏത് പ്രവർത്തിക്കും ഒരു ഉദ്ദേശ്യം വേണം, ലക്ഷ്യം വേണം, അതിൽ പ്രയോജനത്തിൽ കൊണ്ടുവരണം, അത് വിജയം പ്രാപിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈശ്വര ഭക്തിയെ സംബന്ധിച്ചുള്ള അതിഗഹനമായ വിശദീകരണങ്ങളിലൂടെ, കാലഘട്ടത്തിനനുസരിച്ചുള്ള വിശദീകരണങ്ങളിലൂടെ കേരളത്തിൽ അറിയപ്പെടുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു സമ്മേളനം വളരെ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടതാണ്. എന്തായാലും ഈ കാലഘട്ടത്തിൽ ഈശ്വര ഭക്തിയെ സംബന്ധിച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സ്വാമിജി പറഞ്ഞ പോലെ ദർശനമാലയിൽ ആത്മാനുസന്ധാനം എന്ന് പറഞ്ഞു. രാമാനുജ സ്വാമികൾ പറഞ്ഞ പോലെ സ്നേഹപൂർവം അനുധ്യാനം ഭക്തിരിത്യഭിധീയതേ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഗുരുവിൻ്റെ ജീവിതത്തിലൂടെ, ഗുരുവിൻ്റെ ദർശനത്തിലൂടെ മനസ്സിലാക്കുന്ന ഗുരു ഒരു വലിയ കാലഘട്ടത്തിനനുസരിച്ച് ഒരു പദ്ധതിയാണ്, പുതിയ പരിഷ്കരിച്ച് നവീകരിച്ച് തന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈശ്വരഭക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും ഒരു വലിയ ദർശനമായിരുന്നു ഗുരു ഈശ്വരഭക്തിയിലൂടെ നമ്മൾക്ക് കാട്ടിത്തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ, ദർശനമാലയിലാകട്ടെ, അദ്വൈത ദീപയിലാകട്ടെ, ആത്മോപദേശ ശതകത്തിലാകട്ടെ, സുബ്രഹ്മണ്യ കീർത്തനം പോലുള്ള സ്തോത്രകൃതികളിലാകട്ടെ, എല്ലാ സ്ഥലത്തും പറയുന്നു, ദർശനമാലയിൽ പറയുന്നു, ദക്ത്വാ ജ്ഞാനാഗ്നിനാ സർവം ഉത്തിശ്യ ജഗദാങ്കിതം കരോതി വിധി കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിതഹാന്ന്. ബ്രഹ്മവിത്തിന്റെ സപ്തഭൂമികയിലെ, യോഗവാസിഷ്ടത്തിൽ ചർച്ച ചെയ്യുന്ന സപ്തഭൂമികയിലെ ബ്രഹ്മവിത്തിനെ കുറിച്ചുള്ള വിശേഷണത്തിൽ പറഞ്ഞു, ഉത്തിശ്യ ജഗതാം ഹിതം എന്ന് പറയുന്നു. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്വന്തം സ്വരൂപത്തെ അറിഞ്ഞ്, ആത്മോപദേശത്തിൽ തരത്തി പറയുന്നു, അറിവ് നിജസ്വരൂപം അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനെ എന്ന് പറയുമ്പോഴും ഏതൊരു മനുഷ്യന്റെയും ജീവിത സാഫല്യത്തിലേക്ക് നയിക്കുന്ന, ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വലിയ ആ ലക്ഷ്യത്തെ പറയുമ്പോഴും അത് നേടിക്കഴിഞ്ഞിട്ട് അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം, അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം എന്ന് ഗുരു പറയുന്നു. ഇവിടെയും പരോപകാരം, സ്നേഹം, സേവനം, കാരുണ്യമൊക്കെ കാണിക്കുന്നു. അനുകമ്പാദശത്തിൽ പറയുന്നു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക ഉള്ളിൽ, നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന് പറയുമ്പോഴും ഇന്നൊരു പുതിയ മാനം തരികയാണ് ഈശ്വരഭക്തിക്ക് സംബന്ധിച്ച്. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഇത് തന്നെയാണ്, തട്ടിത്തട്ടി പെരുവെളിയിലാക്കാൻ അത് പിന്നെയാട്ടെ, കഷ്ടം ദീനം പിടിച്ചു കിടക്കുന്നോർ, മധുരയത് പിടിച്ചു കിടക്കുന്നോർക്ക് തിഷ്ടോത്തിഷ്ട ശീഘ്രം, നദിയിൽ മുഴുകുവാൻ നേരം ആയി എന്നുള്ള ഒരു പുതിയ
ഒരു നവീകരിച്ചു തരികയാണ്. കാലദേശോചിതം കർമ്മ ധർമ്മ ഇത്യഭിധീയതേ എന്നുള്ള ആ ധർമ്മത്തിനെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പുതിയ മാനത്തിലൂടെ, പുതിയ വിശദീകരണത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് തീർത്ഥാടന ലക്ഷ്യത്തെ സംബന്ധിച്ച് പറയുന്ന വ്രതങ്ങൾ, കഠിനമായ വ്രതങ്ങൾ വേണ്ട. ഈ കാലഘട്ടത്തിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും, അതിൻ്റെ അനുഷ്ഠാനം പ്രയാസമുള്ളതാകും. അതുകൊണ്ട് വളരെ ലളിതമായത് മതി എന്ന് ഗുരു നമ്മളോട് പറയുന്നു. രുദ്രാക്ഷമാല വേണ്ട, അത് അരച്ച് കുടിച്ചാൽ മതി, അത് ഔഷധമാണ്. ദീക്ഷ വളർത്തണ്ട. പ്രാചീന കാലങ്ങളിൽ നിന്നിരുന്ന ആചാരങ്ങളെ സംബന്ധിച്ച്, അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ നവീകരണ പ്രക്രിയ നടത്തുകയാണ്. അതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അനുഷ്ഠാനങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഭക്തിയും ഭയഭക്തി എന്നൊക്കെ എപ്പോഴും പറയുന്നത് ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു മോഡേൺ ഭക്തി, എല്ലാവരും സ്ട്രെസ് റിലീഫായിട്ടാണ് ഇന്ന് ഭക്തിയെ കാണുന്നത്. വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് ഇന്ന് ഭക്തിയെ കാണുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ അവനെ തന്നെ കണ്ടെത്താനുള്ള അറിവ്, അവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാനായി വീണ്ടും വരുന്നു. എവിടെയോ എപ്പോഴോ വിസ്മരിച്ചു പോയി തൻ്റെ സ്വരൂപത്തെ. അതുകൊണ്ട് ഈ സർവ്വജീവജാലങ്ങളുമായിട്ട് വരുന്ന എന്തിനാണ്? തൻ്റെ തന്നെ സ്വരൂപത്തെ കണ്ടെത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആധുനിക കാലത്തിൽ സെൽഫ് നോളജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് തൻ്റെ തന്നെ സ്വരൂപത്തെ കണ്ടെത്താനുള്ള വലിയ വലിയ ശ്രമങ്ങളാണ് ഇന്ന് ആധുനികമായ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഇന്ന് ഭക്തി പല തരത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ഭക്തിയുടെ തലം മാറിക്കൊണ്ടിരുന്നു. പണ്ട് ക്ഷേത്ര ദർശനങ്ങൾ, വൃദ്ധ അനുഷ്ഠാനങ്ങളൊക്കെ ഇന്ന് മാറി. സോഷ്യൽ മീഡിയയിലൂടെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ആളുകൾ തൻ്റെ തന്നെ സ്വരൂപത്തെ, തൻ്റെ തന്നെ ആ ആത്മസ്വരൂപത്തെ അറിയാൻ, ആ ശാന്തിധാമത്തിലേക്ക് എത്താൻ, തന്നിലേക്ക് തന്നെ ഉള്ളൊരു യാത്രയായിട്ടാണ് ഇന്ന് എല്ലാവരും ഇന്ന് കാണുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഭക്തിയുടെ തലം മാറിയ ആത്യന്തികമായിട്ട് ഭക്തിരാത്മാനുസന്ധാനം. ആത്യന്തികമായിട്ട് അവൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, ഏതും ആ അറിവ് നിജസ്വരൂപത്തെ അറിയാനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇന്ന് ചെയ്യുന്നതും തന്നിലേക്കുള്ളൊരു യാത്രയാണ്. ഇവിടെ ശിവഗിരി തീർത്ഥാടനത്തിൽ വരുമ്പോഴും നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട, അറിയേണ്ട ഓരോ ഗുരു പറഞ്ഞു തന്ന ആ ലക്ഷ്യങ്ങളുണ്ട്. ഇന്നിവിടെ പറയുന്ന ഈശ്വരഭക്തിയും കാലഘട്ടത്തിനനുസരിച്ച് അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക, അതിനെ അനുഭവിക്കുക. അതിലേക്കുള്ള ഒരു വലിയ യാത്രയായിരുന്നു ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു സമ്മേളനം. അതിൽ ഇന്ന് കേരളത്തിൽ നിന്ന് കിട്ടാവുന്നുള്ള അത്യധികം ശ്രദ്ധയോടുകൂടി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആധ്യാത്മിക ആചാര്യന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ വലിയ